ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയിരിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്ന ഒരു ദൂത്, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ, 1 മുതൽ പ്രത്യേകിച്ച് 4-ാമത്തെ വചനം വരെയുള്ള ആ ഒരു ഭാഗത്ത് വളരെ നമ്മളെ സ്പർശിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. ഇത്രയും ഭാഗം നമുക്കിപ്പം ധ്യാനിക്കാം. ഈ 4 പേര് അവരൊരു പരസ്നേഹ പ്രവൃത്തിയാണ് ചെയ്തത്. ഒരു തളർവാദ രോഗിയെ സൗഖ്യത്തിനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഞാനിതിനെ വിളിക്കുന്നത് പ്രാർത്ഥന പ്രവൃത്തിയായി രൂപാന്തരപ്പെടുന്ന അവസ്ഥയെന്നാണ്. പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന ചില വ്യക്തികൾ, അവർക്ക് പ്രവൃത്തി മേഖലയിൽ സാക്ഷ്യമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, കോട്ടയ ആശ്രമത്തിൽ 90 മുതൽ 96 വരെ ആയിരുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, രോഗത്താലാണ് മരിച്ചത്. അദ്ദേഹം എല്ലാ ദിവസവും കോട്ടയ ആശ്രമത്തിൽ പ്രാർത്ഥനയിൽ കൂടാൻ വരുമായിരുന്നു. അതെനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നെങ്കിലും അദ്ദേഹം എല്ലാ ശുശ്രൂഷ കഴിഞ്ഞ് 3:30 കഴിഞ്ഞിട്ട് എന്നെ കണ്ട് വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവയ്ക്കും. ഒരു ദിവസം മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കി. വീട്ടിൽ ഭാര്യയും 3-4 മക്കളുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. ഭാര്യ വന്നെൻ്റെ അടുക്കൽ കുറേ പരാതികൾ പറഞ്ഞു. വീട്ടിൽ റബ്ബറുണ്ട്, റബ്ബർ തോട്ടമെന്ന് പറയാൻ മാത്രമല്ല, കുറച്ച് റബ്ബർ മരങ്ങളുണ്ട്. അത് ടാപ്പ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ വീടിനെ മുന്നോട്ട് നയിക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും, മക്കളുടെ വിദ്യാഭ്യാസം എല്ലാം വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ജോലിക്കുള്ള ഭൂമിയുണ്ട്, അതിൽ നിന്ന് ആദായം എടുക്കാനുള്ള റബ്ബറുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ഒരു കൂലിക്കാരനെ പണിക്ക് ഏൽപ്പിച്ചിട്ട് ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് അതിരാവിലെ വന്ന് ആശ്രമത്തിൽ നിന്ന് പ്രാർത്ഥിക്കും. കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് തിരുത്തി കൊടുത്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. രാവിലെ വീട്ടിലെ ജോലി പൂർത്തിയാക്കി, റബ്ബർ ടാപ്പിങ് എനിക്ക് നല്ല പരിചയമുള്ള ഒരു മേഖലയാണ്, അതുകൊണ്ട് അതിരാവിലെ എഴുന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് റബ്ബർ പാലെടുത്ത് ഉറയൊഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഭാര്യ ഷീറ്റ് അടിച്ചിട്ടോളും. അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇവിടെ വന്ന് പോട്ടയിലെ പ്രാർത്ഥന കൂടുകയും ചെയ്യാം. പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധപൂർവ്വം 1-2 ധ്യാനമൊക്കെ കൂട്ടിച്ചിട്ട് ഞാൻ കൽപ്പനാപൂർവ്വം പറയും, കൽപ്പന പോലെ തന്നെ പറഞ്ഞു, ഇനി മുതൽ ജോലി ചെയ്യാതെ ഇങ്ങോട്ട് രാവിലെ വരരുത്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത്? അദ്ദേഹം അത് അനുസരിച്ചു, അതിൻ്റെ ഫലം ഉണ്ടായി. അദ്ദേഹം പറയുന്നു, എനിക്ക് അതിരാവിലെ എഴുന്നേറ്റ് ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്കാൻ പോകുമായിരുന്നു. ഇവിടെ 2ാമത് കുർബാന കൂടുമായിരുന്നു, അത് ഞാൻ മാറ്റിയപ്പോൾ ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുക്കുന്നു. രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പ് ചെയ്ത് ഉറയൊഴിച്ച് വെച്ചിട്ട് ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോഴേക്ക് ഷീറ്റ് അടിക്കേണ്ട സമയം കഴിയും. ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അടിക്കും, ഇല്ലെങ്കിൽ ഭാര്യ ഷീറ്റ് അടിച്ചു വെക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുടുംബത്തിൽ സാമ്പത്തിക സുസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു നല്ല വാർത്ത അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഇന്ന് ഈ 4 പേര് ചെയ്ത സുവിശേഷ ഭാഗത്തിലെ സംഭവം ഒന്ന് ധ്യാനിക്കാം. ജനക്കൂട്ടം നിമിത്തം ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ആ 4 പേർക്ക് പറ്റുന്നില്ല. അവർ ആത്മാർത്ഥതയോടെ ദൈവ ഐക്യത്തിൽ ആ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അവിടെ ഈശോ സംപ്രീതനാകുന്നുണ്ട്. ഈശോ അവരുടെ വിശ്വാസം കണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്, ഞാനത് പ്രസംഗത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. മാതാവും ഉണ്ണിയേശുവും
യൗസേപ്പ് പിതാവും കൂടെ നടക്കാൻ ഇറങ്ങുകയാണ്. ഒരു കഥയാണ് കേട്ടോ, അതിന് പ്രത്യേകിച്ച് ചരിത്രരേഖകളൊന്നും എവിടെയാണെന്നുണ്ട് ചോദിക്കരുത്. അപ്പോൾ അവരങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഒരു കുതിരവണ്ടിയുടെ ഒരു വീല് ചെളിക്കകത്ത് പൂണ്ടുപോയി. അപ്പോൾ ആ ചെളിക്കകത്ത് പൂണ്ടുപോയ വണ്ടി മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കുതിരവണ്ടിക്കാരൻ താഴെ ഇറങ്ങി മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയെ ഒന്ന് രക്ഷിക്കണമേ, എൻ്റെ വണ്ടി ഈ ചെളിയിൽ നിന്ന് മുകളിൽ കയറ്റാൻ സഹായിക്കണമേ എന്ന്. പെട്ടെന്ന് യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മകനോട് അത്ഭുതം തോന്നിയ മാതാവ് ഉണ്ണിയേശുവിനോട് പറഞ്ഞു, അവനെ ഒന്ന് സഹായിക്കുക. ഉണ്ണീശോ പറഞ്ഞു വേണ്ട. അവർ വീണ്ടും നടപ്പ് തുടർന്നു. മാതാവിൻ്റെ കാര്യം മനസ്സിലായില്ല. അവർ കുറേ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഇതുപോലെ തന്നെ കുതിരവണ്ടി ഒരു ചെളിക്കകത്ത് അതിൻ്റെ വീല് താന്ന് ബുദ്ധിമുട്ടുന്നു. ഈ മനുഷ്യൻ ആ കുതിരവണ്ടി ഉന്തുന്നുണ്ട്, ചീത്തയും തെറിയൊക്കെ പറയുന്നുണ്ട്. കോപത്തോടുകൂടി അരിശത്തോടുകൂടി ഈ വണ്ടി ഉന്തി മുന്നോട്ട് പോകാനായിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് അരിശപ്പെട്ട് ഇങ്ങനെ ചെയ്താൽ സ്വർഗം നഷ്ടപ്പെടില്ലേ എന്നറിയാവുന്ന മറിയം ഉണ്ണീശ്വരനോട് പറഞ്ഞു, അവനെ സഹായിക്കുക, അല്ലെങ്കിൽ അവൻ നശിച്ചു പോവില്ലേ. ഉണ്ണീശ്വർ പറഞ്ഞു വേണ്ട. വീണ്ടും അവർ മുന്നോട്ട് പോയി. വേറൊരാൾ ഉന്തുവണ്ടി ചെളിക്കകത്ത് അതിൻ്റെ വീലും പൂണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്ക് വണ്ടി ഉന്തുന്നുണ്ട്, യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ണീശ്വർ മാതാവ് പറയാതെ തന്നെ ചെന്ന് ആ കുതിരവണ്ടിക്കാരനെ സഹായിച്ചു എന്നാണ് കഥ പറയുന്നത്. ഒരു കഥയാണെങ്കിൽ ഇതിൽ കാര്യമുണ്ട്. ഈ 3 പ്രതികരണങ്ങൾ നോക്കിക്കേ. ഒരാൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ തന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാൻ മനസ്സ് കാണിക്കാതെ വെറുതെ മുട്ടുകുത്തി യഹോവയെ വിളിച്ച് കരം വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല, വണ്ടി ഉന്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നില്ല. രണ്ടാമത്തെ ആളാകട്ടെ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. ചീത്തയും തെറിയും പറയുന്നുണ്ട് കോപത്തോടെ. നിഷേധാത്മക വികാരങ്ങൾ, വലിയ കോപം, അതുകൊണ്ടത് മാത്രമല്ല ദൈവത്തെ വിളിക്കേണ്ട സമയത്ത്, ദൈവനാമം ഉച്ചരിക്കേണ്ട സമയത്ത്, യഹോവയെന്ന് വിളിക്കേണ്ട സമയത്ത് അയാൾ പിശാചിനെ പ്രതിപ്പെടുത്തിക്കൊണ്ട് ചീത്തയും തെറിയുമ്പോൾ, ചീത്ത തെറി അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെ ചീത്ത എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നതിന് പറയുന്നതാണ്. മറ്റു ഭാഗങ്ങളിലൊക്കെ ചീത്ത തെറി എന്നെല്ലാം പറയുന്ന ഒരു അർത്ഥമാണ്. അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം തന്നെ മോശമായ അർത്ഥങ്ങളുള്ള വാക്കുകളുമാണ്. അതിൻ്റെ അർത്ഥം അവർ പിശാചിനെയാണ് ഉണർത്തുന്നത്. പിശാചിൻ്റെ ശക്തിയാലാണ് അവരാ തെറി പറയുന്നത്. അവർ പിശാചിനാണ് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തെയാണ് അവർ നിഷേധിക്കുന്നത്. ദൈവമേ എന്ന് പറയുന്നതിന് പകരം, ദൈവത്തോട് യെസ് പറയുന്നതിന് പകരം പിശാചിനെ വിളിച്ച് പിശാചിനോട് യെസ് പറയലാണ് ഈ തെറി പറയുക എന്ന് പറയുന്ന അവസ്ഥ. ഈ വ്യക്തി അങ്ങനെയാണ്. അദ്ദേഹം പിശാചിൻ്റെ സഹായം തേടുന്നത് വേണ്ടി ചിന്തിക്കാം. കഥയാണ്. പിശാചിൻ്റെ സഹായത്തോടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്ന ആളുടെ ഒരു പ്രതിനിധിയാണ് ഈ നിൽക്കുന്നയാൾ. ഉന്തുവണ്ടി തള്ളുന്നുണ്ട്, ചീത്തയും തെറിയും പറയുന്നുണ്ട്. മൂന്നാമത്തെ ആളാകട്ടെ തന്നെക്കൊണ്ട് പറ്റുന്ന ചെയ്തുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. യഹോവയോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം. ഞാനൊരു കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം പ്രവർത്തിച്ച മേഖലയ്ക്ക് നോക്കുക. അവിടെ ഒരു വാചകം പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഭരണിയിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ പറഞ്ഞ ഉടനെ ആ സേവകർ വന്ന്, ജോലിക്കാർ വന്ന് വക്കോളം നിറച്ചു. അതിൻ്റെ അർത്ഥം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണമെന്നാണ്. ദൈവം ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്ന് പരാതി പറയുന്നവർ അവർ ചെയ്യേണ്ടത് ചെയ്തോ എന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഞാൻ ദൈവമേ ഈ അനുഗ്രഹം തരണമേ, ഈ കാര്യം ചെയ്തു തരണമേ, തടസ്സം മാറ്റണമേ എന്ന് യാചിക്കുമ്പോൾ ആ തടസ്സം മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ? എനിക്കൊരു പെർമിഷൻ കിട്ടാനുണ്ട്. അപ്പം ഞാനതിന് അപേക്ഷ കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച്, ദൈവമേ ഞാനിതെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? വക്കോളം നിറയ്ക്കാൻ, പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യാൻ ഞാൻ ഈ ആലോചന പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രേരണ പരിശുദ്ധാത്മ തരുന്നു. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെ പോയി കണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള ചിത്രമെന്ന് അവതരിപ്പിച്ചോ. കൈക്കൂലി കൊടുക്കാനല്ല, പാപകരമായി സ്വാധീനിക്കാനല്ല, തെറ്റ് ചെയ്യണമെന്ന് പറയാനല്ല, അർഹതപ്പെട്ടത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിന് അർഹതപ്പെട്ടത് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്താ? ഉദ്യോഗസ്ഥനെ കാണണം. അപ്പോൾ ഞാൻ പ്രാർത്ഥനാപൂർവം, ഞാനും വേറെ 2 പേരും കൂടെ പ്രാർത്ഥനാപൂർവം പോകുന്ന വഴിക്ക് മുഴുവൻ ഞങ്ങൾ കൊന്തയില്ല 4 ജപമാല പൂർത്തിയാക്കി ഉദ്യോഗസ്ഥനെ കണ്ട് കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഫയൽ കണ്ടിരുന്നു,
ഫയൽ കണ്ടിട്ട് നിങ്ങളെക്കുറിച്ച് എനിക്ക് തെറ്റായ ഒരു ചിന്ത വന്നതുകൊണ്ട് ഞാൻ ആ ഫയൽ ഒപ്പിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫാദർ ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ജെനുവിനായിട്ടുള്ളൊരു കേസാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒപ്പിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ വെച്ച ആ ഫയലെടുത്ത് അദ്ദേഹം ഒപ്പിടുകയും ഓർഡർ കൊടുക്കുകയും വിത്തിൻ 24 hours 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അത് അംഗീകരിച്ച് കിട്ടുകയും ചെയ്തു. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. ഈശോയെ, ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ അങ്ങയോടുള്ള ഐക്യത്തിൽ പ്രാർത്ഥനയിലായിരിക്കുവാനും പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന സൽപ്രേരണകൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാനുള്ള വരപ്രസാദം എനിക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ നിമിഷം നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.